ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചെടുക്കണം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം. നമുക്ക് ലൂസായിട്ടുള്ളൊരു മാവാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ മാവ് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചെറിയ സവോള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് കേബേജും 1/2 കപ്പ് ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ ഇതുപോലെ ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്തൊന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൽ എരിവ് കുറച്ച് കുറവായത് കാരണം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് വെച്ചിട്ട് ഷീറ്റ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷീറ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മാവ് തവി വെച്ച് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഷീറ്റ് തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ ഇത്ര തിന്നായിട്ട് കിട്ടൂല. നല്ല തിന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബ്രഷ് വെച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവൻ ഷീറ്റും തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയില്ലാതെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ, നല്ല തിന്നായിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി 2-3 ടീസ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് സ്പ്രിംഗ് റോളൊക്കെ ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് റോൾ ചെയ്തിട്ട് 2 സൈഡിൽ നിന്നൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷീറ്റ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് കുറച്ചൊന്ന് മാറ്റി വെക്കണം. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടും തയ്യാറാക്കിയെടുത്ത ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്കാണ്. നിങ്ങൾക്ക് ചിക്കന് പകരം ഇതിലേക്ക് മുട്ട പുഴുങ്ങിയതൊക്കെ ഉപയോഗിച്ചിട്ടും ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്